നമസ്കാരം. സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിന്മകളെ സംഹരിച്ച് ജനങ്ങൾക്ക് ക്ഷേമം പ്രദാനം ചെയ്യാനായി ഭഗവാൻ വിഷ്ണു സ്വീകരിച്ച ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നരസിംഹ അവതാരമാണ്. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന വേളയിൽ ദ്രൗപദി അലറി വിളിച്ചിട്ടും ഭഗവാൻ കൃഷ്ണൻ വൈകിയെത്തി. എന്നാൽ ബാലനായ പ്രഹ്ലാദൻ വിളിച്ചപ്പോൾ ആ ക്ഷണം തന്നെ നരസിംഹമൂർത്തിയായി തൂണും പിളർന്നു പ്രത്യക്ഷപ്പെട്ടു. പ്രഹ്ലാദന്റെ വിളിപ്പുറത്തെത്തിയതുകൊണ്ടുതന്നെ നരസിംഹമൂർത്തിയെ ക്ഷിപ്രപ്രസാദി എന്നു വിളിക്കാവുന്നതാണ്. പ്രഹ്ലാദനെപ്പോലെ ഏത് ഭക്തന്റെയും വിളിക്കേട്ട് എത്തുന്ന ആപൽബാന്ധവനാണ് ശ്രീനരസിംഹമൂർത്തി. ഭക്തരുടെ പ്രാർത്ഥനകൾ ചെവിക്കൊണ്ട് അദൃശ്യനായി ആപൽബാന്ധവനായി ഭക്തരുടെ രക്ഷയ്ക്കെത്തുന്ന നരസിംഹമൂർത്തിയെ ഉപാസിക്കാനുള്ള ലളിതമായ പൂജാവിധികൾ ഒട്ടനവധിയുണ്ട്. അവയിൽ ഏറ്റവും ലളിതമായ വഴിപാടുരീതിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നരസിംഹമൂർത്തി പ്രധാന ദേവനായോ ഉപദേവനായോ ഏതു രൂപത്തിൽ ദർശനം നടത്തിയാലും ഭഗവാന്റെ മുന്നിൽ നെയ്ദീപം കത്തിച്ചു വച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കൊപ്പം വിവാഹം, തൊഴിൽ തടസ്സങ്ങൾ മാറി ജീവിതം ഐശ്വര്യപൂർണമാവുമെന്നത് കാലങ്ങളായിട്ടുള്ള വിശ്വാസമാണ്. ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു വഴിപാടാണിത്. നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുമ്പോൾ മനഃശുദ്ധിയും കാബുദ്ധിയും അത്യന്താപേക്ഷിതമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചോതി ദിവസം ഭഗവാനെ ദർശിച്ചു പ്രാർത്ഥിച്ചാൽ നരസിംഹമൂർത്തി വായുവേഗത്തിൽ ഭക്തന്റെ അടുത്തെത്തി ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമെന്നും തന്മൂലം ആയുർവർദ്ധനയും ഉണ്ടാവുമെന്നുമാണ് വിശ്വാസം. ചോതി നക്ഷത്രം പഞ്ചഭൂതങ്ങളിൽ വായുവിന്റെ നക്ഷത്രമാണ്. ചോതി നക്ഷത്ര ദിവസങ്ങളിൽ നരസിംഹമൂർത്തിയെ പതിവായി തൊഴുതു പ്രാർത്ഥിച്ചു പോന്നാൽ ഋൺമോചനം അഥവാ കടബാധ്യതകളിൽ നിന്ന് മുക്തി, ഐശ്വര്യം എന്നിവയാണ് ഫലം. നരസിംഹ അവതാരം നടന്നത് വൈകുന്നേരമായതുകൊണ്ട് ആ സമയത്ത് നരസിംഹമൂർത്തിയെ ആരാധന നടത്തിയാൽ ഇരട്ടി ഫലം കിട്ടും എന്നാണ് വിശ്വാസവും. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപഫലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ശിക്ഷകളിൽ നിന്നും മോചനം ലഭിക്കാനായി ലക്ഷ്മി നരസിംഹമൂർത്തിയെ ഭജിക്കണം. നരസിംഹമൂർത്തിയുടെ തിരുവടികളിൽ ശരണാഗതി തേടുന്നത് ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കും. തന്നെ വിശ്വസിച്ചു ശരണാഗതി പ്രാപിക്കുന്ന ആരെയും ആ വിനാഴികയിൽ തന്നെ ആശ്ലേഷിച്ച് അനുഗ്രഹിക്കുന്ന മാതൃതുല്യമായ സ്നേഹം അനുഗ്രഹമായി വർഷിക്കുന്ന മൂർത്തിയാണ് നരസിംഹമൂർത്തി. വീട്ടിലെ പൂജാമുറിയിൽ കിഴക്കോട്ട് അഭിമുഖമായി ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ ഫോട്ടോ വയ്ക്കുക. കുളിക്കഴിഞ്ഞ ശേഷം ഭഗവാന് വിളക്കുകത്തിച്ചു വച്ച് കാച്ചിത്തണുപ്പിച്ച പശുവിൻ പാൽ അല്ലെങ്കിൽ പാനകം നേദിക്കുക. അതിനുശേഷം ഈ നരസിംഹപ്രപത്തി ശ്ലോകം അവരവരുടെ സൗകര്യാർത്ഥം ജപിച്ചു പ്രാർത്ഥിക്കുക. അഹോബില മഠത്തിലെ 44ാമത്തെ മഠാധിപതിയായിരുന്ന അഴകിയ സിംഗർ മുക്കൂർ സ്വാമികളിൽ അരുളപ്പെട്ട ഈ സ്തുതി ജപിച്ച് ലക്ഷ്മി നരസിംഹ മൂർത്തിയെ ധ്യാനിച്ച് നിർമ്മല മനസ്സോടുകൂടി 48 ദിവസം പ്രാർത്ഥിച്ചു പോന്നാൽ നരസിംഹമൂർത്തിയനുഗ്രഹം സുനിശ്ചിതമെന്നത് ഭക്തരുടെ അനുഭവമാണ്. അതോടൊപ്പം ഉദ്ദിഷ്ടകാര്യപ്രാപ്തിയും ലഭിക്കും. ദിവസവും ഭഗവാന് നേദിക്കുന്ന പ്രസാദം കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുകയും വേണം. പാൽ, പാനകം എന്നിവ നേത്യമായി സമർപ്പിക്കാൻ കഴിയാത്തവർ ശുദ്ധമായ ജലം നേത്യമായി സമർപ്പിച്ചാൽ തന്നെ നരസിംഹമൂർത്തി അത് സ്നേഹപൂർവം സ്വീകരിക്കും. 48 ദിവസത്തെ പ്രാർത്ഥനയ്ക്കു ശേഷം അടുത്തുള്ള നരസിംഹക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് നെയ്ദീപം കത്തിച്ച് തുളസിമാല അണിയിച്ച് പ്രാർത്ഥിക്കണം. കടം, രോഗം, വിവാഹതടസ്സം, തൊഴിൽ മാന്ദ്യം, തൊഴിൽ സ്തംഭനം, സന്താനഭാഗ്യമില്ലായ്മ, തൊഴിലില്ലായ്മ എന്നിങ്ങനെ എല്ലാ ദുരിതങ്ങൾക്കും ശമനം നേടാൻ ഈ പ്രാർത്ഥനയും വഴിപാട്ടും തുണയാകും.